സോ നമ്മൾ ഇസോഫാഗോസ്റ്റമി അല്ലെങ്കിൽ ഇസോഫാഗോഗ്രാം ഒക്കെ ചെയ്ത് അനാസ്റ്റമോട്ടിക് ലീക്ക് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയാലും നമ്മുടെ സൈഡിൽ നിന്നുള്ള ഉറപ്പിന് വേണ്ടിയിട്ട് ഇനീഷ്യൽ ഫീഡിങ്ങിൻ്റെ ടൈമിൽ കുട്ടി ചോക്ക് ചെയ്യുന്നുണ്ടോ, കുട്ടിക്ക് സ്വോളോയിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, സൈനോസിസ് ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക. ആൻഡ് ദിസ് തിങ്സ് ആർ ഡൺ ഇൻ ഓർഡർ ടു എൻഷുർ ദാറ്റ് ദ ചൈൽഡ് ഡസൻ ഹാവ് എനി അനാസ്റ്റമോട്ടിക് ലോക്ക്. So initial feeding should be observed for signs and symptoms like choking and swallowing, and this is done in order to ensure that the child doesn't have any anastomotic leak. ഇനി ഗ്യാസ്ട്രോസ്റ്റമി ഫീഡ് കൊടുക്കുമ്പോൾ the gastrostomy tube is to be left open in between so that the air entering through the fistula can escape, thus minimizing the chance of regurgitation. So fistula complete ആയിട്ട് ലൈഗേറ്റ് ആയിട്ടില്ലാത്ത കേസുകളിൽ ഗ്യാസ്ട്രോസ്റ്റമി ട്യൂബിനെ ഇടയ്ക്കൊന്ന് ഓപ്പൺ ആക്കിയിടണം so that the air can be escaped out. ഇവിടെ ഇറ്റിന് പകരം ഗ്യാസ്ട്രോസ്റ്റമി ട്യൂബ് എന്ന് എഴുതുക. ഗ്യാസ്ട്രോസ്റ്റമി ട്യൂബ് ഷുഡ് ബി ലെഫ്റ്റ് ഓപ്പൺ ഇൻ ബിറ്റ്വീൻ സോ ദാറ്റ് ദ എയർ എൻട്രിങ് can escape out of the gastrostomy tube, thus minimizing the chance of regurgitation. While feeding, the infant should be placed in propped up position to avoid reflux. So ഈ ഒരു പടത്തിൽ കാണുന്നത് പോലെ തന്നെ കുട്ടീനെ സുപ്പൈൻ പൊസിഷനിൽ കിടത്തി കുട്ടിയുടെ തല 30 to 40 ഡിഗ്രി എലിവേറ്റ് ചെയ്ത് പ്രോപ്ഡ് അപ്പ് പൊസിഷനിൽ കിടത്തിയ ശേഷം മാത്രമേ കുട്ടീനെ ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ കാരണം ഇൻ ഓർഡർ ടു അവോയ്ഡ് ആസ്പിറേഷൻ ഓർ ഇൻ ഓർഡർ ടു അവോയ്ഡ് റിഫ്ലക്സ്. So that was about the nursing management. Now we'll see about the different complications of EA-TEF. The different complications are anastomotic leak. So sometimes when the anastomosis is not done properly, there can be chances of leak from the anastomotic site. The next is strictures resulting from tension or ischemia. So our area, surgery ഒക്കെ കഴിഞ്ഞ ഏരിയയിൽ അവിടെ ഉണ്ടാവുന്ന ഒരു ടെൻഷൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ബ്ലഡ് ഓക്സിജൻ സപ്ലൈ ഒക്കെ കാരണം ദർ ക്യാൻ ബി സ്ട്രിക്ചേഴ്സ്. ഇസോഫാജിയൽ മോട്ടിലിറ്റി ഡിസോർഡേഴ്സ്, ചിലപ്പോൾ ഇസോഫാഗസിൻ്റെ നാച്ചുറൽ മോട്ടിലിറ്റിനെ ഇത് എഫക്റ്റ് ചെയ്തെന്ന് വരാം. സോ ദാറ്റ് ക്യാൻ ലീഡ് ടു ഇസോഫാജിയൽ മോട്ടിലിറ്റി ഡിസോർഡേഴ്സ്. ദെൻ ദർ ക്യാൻ ബി ഡിസ്ഫാജിയ, കുട്ടി swallow ചെയ്യുമ്പോൾ ദർ ക്യാൻ ബി പെയിൻ. ദർ ക്യാൻ ബി GER or gastroesophageal reflux disease. And there can be recurrent TEF. So ചില സിറ്റുവേഷനിൽ TEF റിക്കറൻ്റ് ആയിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. So these are the complications: anastomotic leak, strictures due to the tension or ischemia at the surgical site, esophageal motility disorders, dysphagia, gastroesophageal reflux and recurrent TEF. ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ലോങ് ടേം ഫോളോ അപ്പ് ഇസ് വെരി നെസസറി ഫോർ എ ചൈൽഡ് വിത്ത് TEF. And in the discharge counseling, the things that is to be taught to the mother are infants with primary repair that is to be done within 2 weeks. ഒരു 2 weeksൽ തന്നെ ഈ ഒരു സർജറി ചെയ്യണം എന്ന് എൻഷുർ ചെയ്യുക. ഇൻഫൻസ് വിത്ത് സ്റ്റേജ് റിപ്പയർ, they may or may not be sent home in between. സോ ചിലപ്പോൾ രണ്ട് സ്റ്റേജുകൾ തമ്മിൽ, സർജറിയുടെ സ്റ്റേജ് 1 and 2 തമ്മിൽ ഒത്തിരി ഗ്യാപ്പ് ഉണ്ടായെന്ന് വരാം. സോ കുട്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചാണ് വീട്ടിൽ വിടാം, ചിലപ്പോൾ ICUയിൽ തന്നെ കിടത്താം. സോ സിൻസ് the child can be sent home with all this, always teach the parents the technique of gastrostomy feeding. സോ എങ്ങനെയാണ് ഗ്യാസ്ട്രോസ്റ്റമി ഫീഡിങ് കൊടുക്കുക എന്ന് പറഞ്ഞു കൊടുക്കുക. Discharge only after the infant tolerate feed and the parents are confident with the gastrostomy feeding. സോ ആദ്യത്തെ ടെസ്റ്റ് ഫീഡൊക്കെ കഴിഞ്ഞ് കുട്ടി പ്രോപ്പറായിട്ട് ഓറൽ ഫീഡ് എടുത്ത് തുടങ്ങിയ ശേഷവും ഗ്യാസ്ട്രോസ്റ്റമി ഫീഡ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പേരൻസിന് ക്ലിയറായി അവർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ ശേഷവും മാത്രമേ കുട്ടീനെ വീട്ടിലേക്ക് വിടാൻ പാടുള്ളൂ. സോ ഇൻ ദ ഡിസ്ചാർജ് കൗൺസിലിംഗ്, ഇൻഫൻസ് വിത്ത് ദ പ്രൈമറി റിപ്പയർ that is done within 2 weeks, as well as in stage repair ചിലപ്പോൾ കുട്ടീനെ വീട്ടിലേക്ക് വിടാതിരിക്കാം. ഇതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് കൗൺസിലിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുട്ടിക്ക് എങ്ങനെയാണ് ഗ്യാസ്ട്രോസ്റ്റമി ഫീഡ് കൊടുക്കുക എന്ന് പേരൻസിന് പറഞ്ഞു കൊടുക്കുക.
പേരൻസിനെ ഡിസ്ചാർജ് ചെയ്യാനായിട്ടുള്ള ക്രൈറ്റീരിയ: ഒന്ന്, അവർ ഗ്യാസ്ട്രോസ്റ്റമി ഫീഡ് കൊടുത്ത എക്സ്പേർട്സ് ആയി. രണ്ട്, കുട്ടി നല്ലപോലെ ഓറൽ ഗ്യാസ്ട്രോസ്റ്റമി ഫീഡ് ടോളറേറ്റ് ചെയ്യുന്നുണ്ട്. Teach the parents regarding the signs and symptoms of respiratory distress and contractures at the anastomotic site like refusal to feed, increased coughing, dysphagia. സോ ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാവുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻ ഉണ്ടായി എന്നാണ് അതിന് അർത്ഥം. സോ അങ്ങനത്തെ സിംറ്റംസ് ഐഡൻറ്റിഫൈ ചെയ്ത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് പേരൻസിന് പറഞ്ഞു കൊടുക്കുക. ടീച്ച് ഹൗ ടു കെയർ ഫോർ സെർവിക്കൽ ഇസോഫാഗോസ്റ്റമി. ഗ്യാസ്ട്രോസ്റ്റമി മാത്രമല്ല, സലൈവേനെ വെളിയിലേക്ക് കളയാനായിട്ട് ഇവർക്ക് സെർവിക്കൽ ഇസോഫാഗോസ്റ്റമി ഉണ്ടാവും. അതിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് പേരൻസിന് പറഞ്ഞു കൊടുക്കുക. എഗെയിൻ ഇറ്റ് ഇസ് ഡൺ ലൈക്ക് regular cleaning is to be done. Protective skin barriers are to be applied. Ostomy device is to be applied. ആ ഓസ്റ്റമി ഡിവൈസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതും റിമൂവ് ചെയ്യേണ്ടതും എന്നൊക്കെ പേരൻസിന് പറഞ്ഞു കൊടുക്കുക. After corrective surgery is done, during toddlerhood, advise to feed child slowly, gradually increase the consistency of food, introduce new foods at one time, encourage a child to try flavors and textures of food. സോ കറക്റ്റീവ് സർജറി കഴിഞ്ഞ ശേഷം യൂഷ്വലി നമ്മൾ ഗ്യാപ്പൊക്കെ വെച്ചിട്ടാണ് ആ ഒരു കംപ്ലീറ്റ് റിപ്പയർ നടത്തുക. സോ കംപ്ലീറ്റ് റിപ്പയർ നടത്തുന്ന സമയം അല്ലെങ്കിൽ അത് നടന്നു കഴിയുന്ന സമയം യൂഷ്വലി ടോഡ്ലർഹുഡിലൊക്കെ ആയിരിക്കും. സോ അപ്പോൾ കുട്ടികൾ ആദ്യമായിട്ട് മര്യാദയ്ക്ക് കഴിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുക. സോ അവരെ കഴിച്ച് പഠിപ്പിക്കേണ്ട ചുമതല പേരൻസിനുണ്ട്. അപ്പോൾ പേരൻസിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, കുട്ടീനെ വളരെ സ്ലോ ആയിട്ട് ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. രണ്ട്, പതിയെ വേണം കൺസിസ്റ്റൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട്. അതായത് ആദ്യമേ ലിക്വിഡ്, സെമി സോളിഡ്, പിന്നെ ഒന്ന് സോഫ്റ്റ് ഡയറ്റ്, പിന്നെ വേണം ഒരു ഹാർഡ് ഡയറ്റൊക്കെ കൊടുക്കാനായിട്ട്. പുതിയ ഫുഡ്സ് കഴിപ്പിക്കുമ്പോൾ അറ്റ് എ ടൈം ഒരു ഫുഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ രാവിലെ ചോറാണ് കൊടുക്കുന്നതെങ്കിൽ ചോറ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചോറിനൊപ്പം ഉള്ള കറികളും ചോറും മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ ചപ്പാത്തിയും കൂടെ കൊടുക്കാൻ ശ്രമിക്കരുത്. സോ ഇൻട്രൊഡ്യൂസ് വൺ ഫുഡ് അറ്റ് എ ടൈം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫുഡ് അലർജീസ് മനസ്സിലാക്കാനായിട്ടാണ് ഈ കാര്യം ചെയ്യുക. എൻകറേജ് ദ ചൈൽഡ് ടു ഫീൽ ആസ് വെൽ ആസ് ട്രൈ ഓൾ ഫ്ലേവേഴ്സ്. സോ എല്ലാ ഫ്ലേവേഴ്സും കുട്ടീനെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ അഡ്വൈസ് ദ പേരൻസ് റിഗാർഡിംഗ് റുട്ടീൻ ഫോളോ അപ്പ് കെയർ ആൻഡ് അസസ്മെൻറ്റ് ഓഫ് ഡെവലപ്മെൻറ്റൽ ഡിലേസ്. സോ ഈ കുട്ടികളിൽ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ലാഗ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അങ്ങനെ ലാഗ് ആവുന്നുണ്ടോ, പ്രോപ്പർ ടൈമിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ എൻഷുർ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. So that was about the discharge counseling, and this is all about the management of TEF. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ടെഫ് ലോങ് എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വേർ യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ടെഫ്, ദ ഡയഗ്നോസിസ് ഓഫ് ടെഫ്, ദ മാനേജ്മെൻറ്റ് ഓഫ് ടെഫ്. മാനേജ്മെൻറ്റ് രണ്ടായിട്ട് പർട്ടിക്കുലർ ആയിട്ട് എഴുതണം. അതായത് സർജിക്കൽ മാനേജ്മെൻറ്റും നഴ്സിംഗ് മാനേജ്മെൻറ്റും. നഴ്സിംഗ് മാനേജ്മെൻറ്റിന് സെപ്പറേറ്റ് ആയിട്ട് മാർക്സ് ഉണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് സ്ലൈഡ്സിലുണ്ട്. ഇത് നോട്ടിൽ എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. വിഷ് യു ഓൾ എ ഗുഡ് ഈവനിങ്. വിൽ സീ ടുമോറോ വിത്ത് എ ന്യൂ കണ്ടീഷൻ. Till then, bye.